അപ്പൊ വിഷു ആയിട്ട് നമ്മള് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. സദ്യ ഒരുക്കണ്ടേ, അപ്പൊ വൈകുന്നേരം സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ എനിക്കൊരു ആഗ്രഹം, ഞാൻ കുഞ്ഞിലെ അപ്പുക്കുട്ടനെ കൃഷ്ണനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വലുതായിട്ട് ഇപ്പൊ അവന്റെ മുടിയൊക്കെ നല്ല വളർന്നു കിടക്കുകയല്ലേ, അപ്പൊ എനിക്ക് അവനെ ഒന്നും കൂടെ അമ്പാടി കണ്ണനായിട്ട് ഒരുക്കാൻ ഒരു ആഗ്രഹം. കാരണം ഇനി അടുത്ത വർഷം സ്കൂളിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ മുടിയൊക്കെ മുറിക്കണമല്ലോ, ഇങ്ങനെ വളർത്തിയിടാനൊന്നും നോക്കത്തില്ലല്ലോ. അപ്പൊ അതിന്റെ സാധനങ്ങളും കൂടെ വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ സെറ്റും മുണ്ടും ഞാൻ ഈ വർഷം വാങ്ങിച്ചില്ല കേട്ടോ. അപ്പൊ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങാം, ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അമ്മയുടെ ഒരെണ്ണം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മളിതാ കൊട്ടിയത്തോട്ട് കേറി. ഇപ്പോഴത്തെ കൊട്ടിയത്തിന്റെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ഓടിച്ചോട്ട് വന്നിട്ട് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, അതിലങ്ങ് വീഴ്ത്തി. പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയായി എടുക്കാൻ, ഞാൻ എടുത്തില്ല. ഞാൻ പിന്നെ ഈ അകത്തൂടെ തന്നെ, പുറത്തിറങ്ങിയ ആൾക്കാർ കാണുമല്ലോ എന്ന് വെച്ചാൽ അയ്യേ ഇത് ഏത് വെണ്ണമെന്നും പറഞ്ഞു അകത്തൂടെ തന്നെ ഉള്ളിലോട്ട് ചാടിയിട്ട് സീച്ചേട്ടനെ പുറത്തോട്ട് ഇറക്കി സീച്ചേട്ടനെ അവന്റെ വണ്ടിയൊക്കെ എടുത്തത്. കണിയുടെ അതോ കണ്ടോ വഴിയിലെല്ലാം കണിക്കൊന്നേ, പിന്നെ ഇത് മാങ്ങ, നാരങ്ങ, ചക്ക എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. തീ പോലെ വിലയായിരിക്കും ഇന്ന് ഇതൊക്കെ പോയി ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ആദ്യം പോയി ഡ്രസ്സ് നോക്കാം. ആദ്യം അപ്പുക്കുട്ടനെ ഉണ്ണിക്കണ്ണനാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് വിഷുവിൻ്റെ തലേന്ന്, അതും വൈകുന്നേരം നമ്മൾ കൊട്ടിയത്തോട്ട് ചെന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തലയിൽ വെക്കുന്ന കിരീടം ഒഴിച്ച് ബാക്കി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അവിടെ നിന്ന് കുറേ സമയം ചെകഞ്ഞൊക്കെ നോക്കി കേട്ടോ, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് മാത്രം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ പോയി ബാക്കി ആ ഒരു അലക്കുളുക്ക് സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇവിടുന്ന് ബില്ലടിപ്പിച്ചിട്ട് നമ്മൾ സെറ്റും മുണ്ടും നോക്കാൻ വേണ്ടി പോയി കേട്ടോ. എനിക്കിങ്ങനെ കോളമായിട്ടുള്ള സെറ്റും മുണ്ടും വേണമെന്നുണ്ട്. എനിക്കതിൻ്റെ സാരിയുണ്ട്, പക്ഷേ അതിൻ്റെ സെറ്റും മുണ്ടും വേണം, അതും ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ആയിരിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് എനിക്കിവിടെ കിട്ടിയിട്ടില്ല. കാരണം അടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, കുഞ്ചലം, അതൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ വർഷം വിഷുവിന് സെറ്റും മുണ്ടും എടുക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെന്നു കേട്ടോ. അപ്പോൾ അവിടെ അപ്പുക്കുട്ടന് തലയിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 മഞ്ഞത്തുണി വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം അരയിൽ കെട്ടാനും ഒരെണ്ണം തലയിൽ കെട്ടാനും. അപ്പോൾ ഒരു കിരീടവും ഇതും മാത്രമേ നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് ബില്ലൊക്കെ അടിച്ച് ഇറങ്ങിയപ്പോഴത്തേനും പുറത്ത് കണിക്കൊന്ന വിൽക്കുന്നതിൻ്റെ ബഹളമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീർന്നു പോയി. ഒരുപാട് പേർക്ക് കണിക്കൊന്ന കിട്ടാതെ അവിടെ നിന്നവരും ഉണ്ട്. അടുത്ത വർഷം ഇടയ്ക്കാട്ടിൽ നിന്ന് കുറച്ച് കണിക്കൊന്ന വെച്ചിക്കൊണ്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്തൊരു കടയിൽ കയറി. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മാല അവൻ്റെ കഴുത്തിലിടാൻ വേണ്ടി വാങ്ങിച്ചു. പിന്നെ ഈ ഒരു കിരീടം ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇതും വാങ്ങിച്ചു. ഒരു മയിൽപ്പീലി നമുക്ക് ഓടക്കൊള്ളുമായിട്ട് കെട്ടിവെക്കാം, ഒരെണ്ണം തലയെ വെക്കാം. കുറെ കൈ പിടിച്ചാൽ നല്ലതായിരിക്കും, വില അനുസരിച്ച്. ഇത് ഒരെണ്ണം എത്ര രൂപയാ? എത്രണ്ണം വേണം? ചെറിയ ടൈപ്പ് ഉണ്ടോ? ഒരു 4 എണ്ണം കൂടെ ചെറുത് വേണ്ട തല. ഞാൻ പഠിക്കണ അല്ല, ഞാൻ ഗോപിക്ക്. കൃഷ്ണൻ ഇത് കണ്ടോടുമായിരിക്കും. അപ്പോൾ ആ ചേച്ചി മയിൽപ്പിരി എടുക്കാൻ പോയ സമയത്തേന് ഞാൻ അവിടെ വന്ന് പാട്ടൊക്കെ പാടും കേട്ടോ. ദൈവമേ എനിക്ക് ബോധമില്ലായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും കേട്ടോ. ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ എല്ലാം നടന്നു. നീ അങ്ങനെ അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മുടെ കൊട്ടിയം കണ്ടോ. ഇനിയിപ്പോൾ പാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ കൂടെ പോയാൽ മതി, വലിയ വണ്ടികളൊക്കെ മുകളിൽ കൂടെ അങ്ങ് പൊക്കോളും. അപ്പം നമ്മൾ നേരെ പച്ചക്കറി കടയിലോട്ടാണ് പോയത് കേട്ടോ. നേരത്തെ തന്നെ ചെന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുമായിരുന്നു. പിന്നെ കൈ കണ്ടതെല്ലാം ഞാൻ വാരി എടുത്തിട്ടു. ഏട്ടൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തതിൻ്റെ കാര്യങ്ങളായി കാണുന്നത്. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഏട്ടൻ ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാണമൊക്കെ വരും. അതുകൊണ്ട് ഇച്ചിരി വീഡിയോസൊക്കെ ഉള്ളൂ എടുക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെയൊക്കെ. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ അത് ഞാൻ തന്നെ വിചാരിക്കണമായിരുന്നു. ഓറഞ്ച് ഒന്നും ചീത്തയാവാത്തത് നോക്കി ഞെക്കിയൊക്കെ നോക്കി എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ ഞാനങ്ങ് കൊടുത്തു എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പോരാ, അപ്പോൾ ഇനി വേറെ കടയിൽ കയറി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത്തവണ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അവർ ഒരുമിച്ച് തൂക്കം നോക്കി തരുമായിരുന്നു. അങ്ങനെ ഏട്ടൻ ബില്ലടിക്കാൻ പോയ സമയത്ത് ബില്ലടിക്കാനല്ല, കാർ എടുക്കാൻ പോയ സമയത്തേന് ഞാനിതെല്ലാം കൂടെ തൂക്കി ഈ റോഡിൽ നിൽക്കുമായിരുന്നു. റോഡിലായിരുന്നെങ്കിൽ അബ്ബാര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കടയിലെ ചെറുക്കാൻ പറഞ്ഞ് ചേച്ചി ഇപ്പോൾ തിരക്ക് കുറഞ്ഞ്, കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നെന്ന്. പച്ചക്കറി സാധനങ്ങളും എല്ലാം വാങ്ങാൻ വേണ്ടി പച്ചക്കറി വാങ്ങിക്കാനല്ലോ കേട്ടോ. എന്റെ പൊന്നമ്മച്ചി എന്തൊരു തിരക്കുണ്ട് ദൈവമേ. ഞാനപ്പോ പറയുമ്പോൾ സീച്ചനോട് ഞാൻ രാവിലെ പറഞ്ഞതാ വരാൻ. അപ്പം ഏട്ടന് നമ്മളിന്ന് വീട്ടിലൊക്കെ പോയാൽ അങ്ങനെ കൊട്ടിയത്തുനിന്ന് മയ്യനാട് റോഡ് ഒരു സൈഡില് നമ്മളെ ഒതുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഒടുക്കത്തെ തിരക്ക്, സാധനങ്ങളെല്ലാം തീർന്നു. ഞാനോട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചുമത്തങ്ങ തീർന്നു കേട്ടോ. അങ്ങനെ പിന്നെ അർച്ചന ചേച്ചിയെ വിളിച്ച് പറഞ്ഞു അപ്പൂനെ കരാട്ടേന്ന് 1-5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, നമ്മളിപ്പോ അത് ചെല്ലും. അപ്പൊ അർച്ചന ചേച്ചി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അർച്ചന ചേച്ചിക്ക് ജമന്തിപ്പൂ വേണോന്ന് പറഞ്ഞു. അങ്ങനെ ജമന്തിപ്പൂവും പിന്നെ നമ്മുടെ വീട്ടിലെ നെറ്റ്
തീർന്നിരിക്കുകയായിരുന്നു. കഴിഞ്ഞതിന്റെ അങ്ങേ മാസം വരെ നമ്മുടെ വീട്ടിൽ വന്ന് ക്യാഷ് വാങ്ങുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഓൺലൈനിൽ കാശില്ലാത്തതുകൊണ്ട് കയ്യിൽ നമ്മൾ പൈസ കൊണ്ട് കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാത്തതുകൊണ്ട് 2 ദിവസം കൊണ്ട് നെറ്റ് കട്ടാട്ടോ. കാരണം ഇങ്ങ് വരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സമയമില്ലായിരുന്നു ആർക്കും. അപ്പൊ അങ്ങനെ ഏട്ടനത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പൂവും വാങ്ങിച്ച് തിരിച്ചു വരും. എന്നിട്ട് എനിക്ക് നമ്മുടെ ഇവിടെ ഞാൻ കെപ്കോ ഉണ്ടല്ലോ, കെപ്പോ അല്ലാതെ പച്ചക്കറി കടയാ, അവിടെ കയറിയിട്ട് പഴുത്ത മാങ്ങ കഴിഞ്ഞോട്ടെ ഇരിക്കുന്നതുണ്ട്. ഇനി തീർന്നു പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മാങ്ങയും പപ്പടവും പിന്നെ എണ്ണയും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കണം. അപ്പൊ അവിടുന്ന് വാങ്ങിക്കാം. വലിയ തിരക്ക് കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. കാരണം ജംഗ്ഷൻ വിട്ട് കുറച്ച് മാറിയാന്നല്ലേ. എന്നിട്ട് നേരെ അപ്പൂനെ ചെന്ന് വിളിച്ച് ചേച്ചിക്ക് പൂവൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ ചെന്ന് ഇനി പട്ടിപ്പണി കിടക്കുകയാണ്. പട്ടിപ്പണി. കാരണം നാളെ വിഷു ആണല്ലോ. അപ്പൊ അതിന് മുമ്പ് ഫുള്ള് ക്ലീൻ ചെയ്യണം എനിക്ക്. അപ്പൊ ബാത്റൂംസും കാര്യമെല്ലാം ഞാൻ ഇന്നലെ ഡീപ്പായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. ഇനി അപ്പൊ പെരക്കകവും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടണം. തുണി നനയ്ക്കാൻ ഇട്ടിട്ടുണ്ട്, അത് വിരിച്ചിടണം ചെന്ന് കഴിഞ്ഞിട്ട്. അങ്ങനെ ഫുള്ള് പണിയായിരിക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമല്ലോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ നോക്കാം, നമുക്ക് തീർക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അറിയത്തില്ല. ഇപ്പം ഈ മാങ്ങിയിരിക്കുന്നുണ്ടോ? മാങ്ങ ഈ മനുഷ്യൻ വാങ്ങി തരുത്തുമില്ല. മാങ്ങ എടുക്കുന്നു. അവിടെ ഇപ്പോൾ പപ്പടവും കാര്യങ്ങളും ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയ സ്ഥിതിക്ക് ഞാനാണെങ്കിൽ കോവയ്ക്കൊക്കെ എടുത്തു കേട്ടോ. കോവയ്ക്കയും പഴുത്ത മാങ്ങയും എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ അപ്പൂൻ്റെ കരാട്ടയുടെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ദാണ്ട നിൽക്കുന്നു. അപ്പോൾ അപ്പൂനെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അർച്ചന ചേച്ചിയും ദിവ്യ ചേച്ചിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അപ്പൂനെ ഏറ്റു വാങ്ങിയിട്ട് നേരെ നമുക്ക് തൊട്ടടുത്തുള്ള കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാം. എന്തുവാടാ എല്ലാവരും കൂടെ? പച്ചമാങ്ങ ഉണ്ടോ? 2 അച്ചാറിടാൻ. എനിക്ക് അർച്ചന ചേച്ചി അച്ചാറിട്ട മാങ്ങ തരാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ അടുത്തൊരു കടയിൽ കയറി. അപ്പൂന് കരാട്ട കഴിഞ്ഞിട്ട് ദാഹിച്ച് പണ്ടാറ് തുടങ്ങിയത്. അപ്പം വെള്ളവും വാങ്ങിച്ച് എന്തേലും ചുണുക്ക് വാനവും വാങ്ങിച്ചിട്ട് വരാം. മിൽക്കി ബാർ മതി മോനെ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഏട്ടനും അപ്പവും കൂടെ ഓടി അങ്ങ് കാറിപ്പോയി കേട്ടോ. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈയലിൻ്റെ കൂട്ട ആക്രമണമായിരുന്നു കേട്ടോ അവിടെ മുഴുവൻ. ഞാനാണെങ്കിൽ ദേഹത്തുനിന്ന് മൊത്തം തട്ടി മാറ്റി. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഈയൽ പാഴ്സലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഏട്ടനോട് അവിടെ ഒന്ന് കോക്രി കാണിക്കും കേട്ടോ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോയതിന്. അവരാണെങ്കിൽ കാറിൻ്റെ അകത്ത് പാട്ടും AC ഒക്കെ ഇട്ട് സുഖിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ബില്ലടിച്ചിട്ട് വേഗം കാറിലോട്ട് കയറി. ഇനി അർച്ചന ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് മാങ്ങ വാങ്ങിക്കാൻ വേണ്ടി പോവാം. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ അർച്ചന ചേച്ചിയുടെ വീട്. എന്റെ പൊന്നെ കൊഴഞ്ഞു. അവൻ തുണി ഇട്ടിട്ടുണ്ട്. അരച്ചിലായിരുന്നു. ചോദിക്കുന്നുണ്ട്, വരത്തില്ലേ ചോദിക്കുന്നുണ്ട്. കാര്യം ഇവരെ കാണാറില്ലല്ലേ. നല്ല കീറി മറ്റേ കാടെല്ലാം കീറിട്ടല്ലേ കിടക്കുന്നത്. മുണ്ട് മറന്നു വെച്ച്. അമ്മ വാമ്മ, അമ്മയ്ക്ക് സിറ്റ് ഔട്ടിൽ ഇത് കണ്ടോ? ലൈറ്റ് കുറച്ചു നേരം കടത്തിയിടാഞ്ഞ എന്താ? പുറത്തേക്ക് അണച്ചിടാഞ്ഞ എന്താ? റോഡ് ഫുള്ള് ഈയലിന്റെ കൂടാരം. ഇവിടുന്ന് വന്നല്ല, അത് മതി. അല്ല വേറെ കെട്ടിയെന്ന് വെച്ചത് പോട്ടെ. ഇങ്ങോട്ട് അച്ഛൻ തിരക്കിയെടുത്തെല്ലാം ഒരു കിറ്റ് 250 രൂപ. ഉടായിപ്പ ഒരു കൊച്ചു ഇത്രയുള്ള പൈനാപ്പിളും അതും ഇതും ഒക്കെ. വീട്ടിലെത്തി കേട്ടോ. ഇവിടെ ഫുള്ള് ഈയലായിരുന്നു. എന്തായാലും നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് പുറത്തെ ലൈറ്റ് ഇട്ടിട്ടിരുന്നില്ല. ഏട്ടൻ്റെ വീട്ടിലൊക്കെ ഫുള്ള് ഇത് തിന്നാൻ ഉറുമ്പ് വരും. അതായി എനിക്കിഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. അപ്പം പിന്നെ ഫുള്ള് പിന്നെ ഒരുമാതിരി കിടക്കും. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട് എല്ലാ റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അടുക്കളയിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വിനാഗിരിയും പിന്നെ മറ്റേത് വൈനുമാണ് കേട്ടോ. ഏട്ടൻ എവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അത് കൊണ്ടുവച്ചിട്ട് ഓരോന്നോരോന്ന് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോഴാണ് അർച്ചന ചേച്ചിയുടെ മാങ്ങാച്ചാർ എടുത്ത് തന്നത്. പിന്നെ അത് ഞാൻ അവിടെ വെച്ച് തന്നെ എടുത്ത് പൊക്ക് നക്കി നോക്കി കേട്ടോ. ഏട്ടൻ്റെ വഴക്ക് കേട്ടോ, കൈ കഴുകാതെ കഴിച്ചതിന്. പോയി ഈ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് നമുക്ക് അങ്കത്തിലേക്ക് കടക്കാം.
വേഗം പോയി ഡ്രസ്സെല്ലാം മാറിയിട്ട് നാളത്തേക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് ഞാനൊന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാമ്പാർ, അവിയൽ, തോരൻ, അതിനുള്ള സാധനങ്ങളെല്ലാം ഇരുന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഓരോ ഗ്ലാസിൻ്റെ ഇതിൽ ഇട്ട് വെച്ചേക്കും. അപ്പം നമുക്ക് രാവിലെ കുക്ക് ചെയ്താൽ മാത്രം മതി. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ കൂടെ അപ്പുക്കുട്ടനൊരു ചക്ക വറ്റിൽ ഫാനാണ് കേട്ടോ. എപ്പോഴും നമ്മൾ കൊട്ടിയത്തൊരു കടയിൽ നിന്ന് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവിടെ പോയി അപ്പൂന് ഇഷ്ടമുള്ള ആ ചക്കവറ്റിൽ വാങ്ങിക്കും. അവൻ അവിടെ ഇരുന്ന് കഴിക്കാനും തുടങ്ങും. 12 മണിക്ക് മുമ്പ് എനിക്ക് കിടക്കണം. കാരണം നാളെ വിഷു ആയതുകൊണ്ട് 12 മണിക്ക് മുമ്പ് കണ്ണടയ്ക്കുന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വേഗം എല്ലാം ചെത്തി പരക്കി തൂത്തുവാരി തുടച്ചിട്ടിട്ട് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ ഓടക്കുഴൽ ഊതി എൻ്റെ അപ്പുക്കുട്ടൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നിനക്ക് ഇതിനു വേണ്ടി വച്ചേക്കുവാടാ. നാളെ കൃഷ്ണന്റെ വേഷം കെട്ടുമ്പോ തരാം. ഓ ശരി. 12 മണി ആകുന്നതിന് മുമ്പ് ഞാൻ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ 12 മണി കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ഇത്തവണ നേരം വെളുക്കുന്നതിന് മുമ്പേ ഉറങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതായത് 12 മണി ആവുന്നതിന് മുമ്പ്. അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം വിളക്കൊക്കെ കത്തിച്ചിട്ട് കണിയൊക്കെ കണ്ടു. എന്നിട്ട് ഏട്ടനെ പോയി വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് വന്നിട്ട് കണി കാണിച്ചു കേട്ടോ. എന്നിട്ട് ഏട്ടനാണ് അപ്പുക്കുട്ടനെ ഇങ്ങനെ കണ്ണൊക്കെ തപ്പിക്കൊണ്ട് വരുന്നത്. കാരണം ഉറക്കപ്പിച്ചിലായതുകൊണ്ട് അവൻ കിടന്ന് ഞെരിപിരി കൊള്ളുമ്പോൾ എനിക്ക് അവനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏട്ടൻ കൊണ്ടുവന്ന് അവനെ കണിയൊക്കെ കാണിച്ചു. അവൻ കാണാനൊന്നും നിൽക്കത്തില്ല കേട്ടോ. അവനൊന്ന് ശല്യപ്പെടുത്താതൊന്ന് പോച്ചാന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ കണ്ണു തുറത്തിന്ന് കാണിച്ചിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട്, സാധാരണ ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഉടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ പുതിയത് വാങ്ങാത്തതുകൊണ്ട്. എന്നിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാണ്. ഞാനപ്പോൾ ഏട്ടൻ വരാൻ താമസിക്കുന്നതുകൊണ്ട് ഫാൻ്റെ അടുത്ത് പോയിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ വിയർത്ത് കുളിച്ചൊരു പരുവാവും. ഇന്നലെ ഈ ഓടക്കുഴൽ വാങ്ങിപ്പിച്ചപ്പോൾ തൊട്ട് അപ്പു ഇതും കൊണ്ടാണ് രാത്രി ഉറങ്ങിയത് വരെ. കാരണം ഇത് നിലത്ത് വെക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഊതിക്കൊണ്ട് നടക്കുകയാണ് അവിടെ മുഴുവൻ. അവൻ ഉണ്ണിക്കണ്ണനാണെന്നും പറഞ്ഞ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് ചെന്നു. കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ പോയി തൊഴുതിട്ട് പുറത്ത് പ്രദക്ഷിണം വയ്ക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഏട്ടനും അപ്പും കൂടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയില്ല. പിന്നെ ഫ്രണ്ടിൽ വന്നപ്പോഴാട്ടോ കണ്ടുമുട്ടിയത്. വരുന്ന അച്ഛനും ഏട്ടനും കൂടെ, അല്ല അപ്പൂൻ്റെ അച്ഛനും കേട്ടോ. സാരിയൊക്കെ ഉടുത്ത് ശ്രുതി ചേച്ചി അങ്ങനെ സാരി ഉടുക്കത്തില്ല കേട്ടോ. സാരി ഉടുക്കണമെങ്കിൽ ഞാനും അമ്മയും കൂടെ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പറഞ്ഞാലാണ് ഒന്ന് സാരി ഉടുക്കുന്നതെന്ന് എനിക്ക് ദൈവത്തിന് മാത്രം അറിയാം കേട്ടോ. അപ്പോൾ ഇന്ന് സാരി ഉടുത്ത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അപ്പുക്കുട്ടനും കൂടെ ദാണ്ട് അപ്പുറത്ത് പോയി തൊഴുകയാണ്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ചേച്ചി കുടിക്കുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി വീട്ടിലോട്ട് പോയി. ഞാനും ഏട്ടനും അപ്പും കൂടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി കയറി. രണ്ടിൽ അങ്ങനെ അവിടെ ഒരു കുട്ടി അപ്പുക്കുട്ടന് കൈനീട്ടമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. അപ്പുക്കുട്ടന് ചെറിയ നാണമൊക്കെ വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരോട് കാര്യമൊക്കെ പറഞ്ഞ് നിന്നിട്ട് നമ്മൾ അവിടുന്ന് കാറിലോട്ട് പോയി. എന്നിട്ട് ഞാൻ കാറിൽ നോക്കിയിരുന്നു കേട്ടോ, കഞ്ഞി കുടിച്ചിട്ട് ആ കുട്ടി പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ആ കുട്ടിക്ക് കൈനീട്ടം കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ മനസ്സുകൊണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം അതിനോട് കാര്യമൊക്കെ പറഞ്ഞ് നിന്നിട്ട് നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിൽ പോയി ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉച്ചക്കത്തേക്കുള്ള ആഹാരം വെക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറി കേട്ടോ. എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസമാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഇപ്പോൾ വിഷു, ഓണം, അല്ലെങ്കിൽ അപ്പുക്കുട്ടൻ്റെ പിറന്നാൾ, അങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ സെറ്റും മുണ്ടോ സാരിയോ ഉടുത്താട്ടോ അടുക്കളയിൽ കയറുന്നത്. ഇപ്പോഴത്തെ ചൂടിൽ ഇത് ഉടുത്ത് നിൽക്കാൻ ഭയങ്കര പാടാണ്. എങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ടാട്ടോ. അങ്ങനെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്. അപ്പോൾ പരിപ്പ് വറുത്തോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അങ്ങനെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോയി. പ്രത്യേകിച്ച് ഈ ചൂടായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി. എനിക്ക് ആഹാരം വയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ പാത്രം കഴുകാൻ അത്ര ഇഷ്ടമുള്ള പണിയൊന്നുമല്ല കേട്ടോ. അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഇരുന്നു. അപ്പുക്കുട്ടൻ നിന്നോണ്ടേ ആഹാരം കഴിക്കൂ കേട്ടോ. ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും ആഹാരം ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതെ, കാരണം
വിളിക്കാതെങ്ങാനും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആഹാരം ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് തോനെയും ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തന്നെ കഴിച്ച് തീർക്കും. ഏട്ടന് പിറ്റേ ദിവസം മുതൽ കഴിക്കില്ല കേട്ടോ. മീൻകറിയൊക്കെ കൂട്ടി ഏട്ടൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിക്കുന്നത്. അതായത് ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിതങ്ങ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അപ്പോൾ ആവശ്യമുള്ളതെടുത്ത് മാത്രം ചൂടാക്കി കഴിക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു ഫുഡും കളയാറൊന്നുമില്ല. അപ്പുക്കുട്ടൻ നിന്നോണ്ടേ ആഹാരം കഴിക്കത്തുള്ളൂ കേട്ടോ. കാരണം അവന് ആ ചെയറൊന്നും പറ്റത്തില്ലെന്നാണ് അവൻ പറയുന്നത്. ഞാനൊരു പപ്പടം കൊതിച്ചായതുകൊണ്ട് 3-4 പപ്പടം ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ സദ്യയുടെ കൂടെ. ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നന്നായിട്ട് വിശന്നും പോയായിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെയായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. അമ്മ എന്നെ വിളിച്ചും പറയാനുണ്ട്. റിപ്ലൈ താമസിച്ചിട്ടാണെങ്കിലും ഞാൻ തരാം കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ്റെ ഇതുണ്ടായതുകൊണ്ടാട്ടോ ഞാൻ റിപ്ലൈ ഒക്കെ തരാൻ ഒരുപാട് താമസിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറച്ച് പായസം എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പുക്കുട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉമ്മതരലൊക്കെയാണ് ഈ തരുന്നത്. ഒരു 50 പപ്പടം അവൻ്റെ ഇലയിൽ അവൻ പൊഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ബാക്കി വെച്ചിട്ട് അപ്പുക്കുട്ടനെ വിഷുവിന് ഉണ്ണിക്കണ്ണനായിട്ട് ഒരുക്കിയേക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റിൽ പറയണേ. ഈ കള്ളച്ചിരിയല്ല, ചിരിക്കണ്ട. കുരുത്തക്കേട്ട് നോട്ടം നോക്കിയേ. ഒരുക്കി കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതൊക്കെയായിരുന്നു കേട്ടോ. സ്വാമി ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചായിരുന്നു ഫുള്ള് നിൽപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിഷു വ്ളോഗ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.